गुरुर्ब्रह्मो गुरुर्विष्णु गुरुर्देवो नमोस्तुते गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः। सदाशिवसमारम्भा शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्त वन्दे ഗുരുവരം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവരെയും വേദസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജ്യോതിഷം ശാസ്ത്രമാണോ വിശ്വാസമാണോ എന്നുള്ളത്. ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. ജ്യോതിഷം ഒരു വിശ്വാസമാണ്, ശാസ്ത്രമല്ല എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ജ്യോതിഷം ശാസ്ത്രമാണോ വിശ്വാസമാണോ എന്നുള്ളതാണ്. അതായത് ജ്യോതിഷം എന്ന് പറഞ്ഞ അസ്ട്രോളജി, ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞ അസ്ട്രോണമി. അതായത് അസ്ട്രോണമി പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി, ഭൗതിക ഘടന, ഗ്രഹങ്ങളുടെ സഞ്ചാരം, ഗുരുത്വാകർഷണ സ്വഭാവം, അതുപോലെ മഹാസ്ഫോടനം, ബിഗ് ബാങ് തിയറി എന്ന് പറയുമല്ലോ, അത് അങ്ങനെ വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തങ്ങളാണ് ആസ്ട്രോണമിയെ കൂടി നമുക്ക് കിട്ടിയത്. അത് അപ്രീസിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പ്രപഞ്ചത്തെക്കുറിച്ച് നാം എത്ര തന്നെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും അത് മനുഷ്യരുമായുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണം നടത്താതിരിക്കുന്നിടത്തോളം കാലം അതിനെ ഒരു സമ്പൂർണ്ണ ശാസ്ത്രമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റൂല. ഇവിടെ ഗ്രഹങ്ങൾക്ക് നക്ഷത്രങ്ങളും ഭൂമിയിലും മനുഷ്യനുമുള്ള സ്വാധീനത്തെ കുറിച്ച് ചിന്തിക്കുന്ന ജ്യോതിശാസ്ത്രം കൂടി ഉണ്ടെങ്കിലേ ജ്യോതിശാസ്ത്രം പരിപൂർണമാവുകയുള്ളൂ. ഇവിടെയാണ് ഞങ്ങൾ ജ്യോതിഷത്തെ ശാസ്ത്രമായി കാണുന്നത്. അതായത് 12 രാശികളാണ് ജ്യോതിഷത്തിലുള്ളത്. ഈ 12 രാശികള് 30 ഡിഗ്രി വീതമുള്ള 360, അതായത് ഭൂഗോളത്തിന്റെ 360 ഡിഗ്രി, അതാണ് 360 ആയിട്ട് കണക്കാക്കുക. ഈ 12 രാശികളില് 2.25 നക്ഷത്രം വീതം, 12 രാശികളിൽ 2.25 നക്ഷത്രം, 20 നക്ഷത്രങ്ങളെ വിന്യസിപ്പിച്ചിരിക്കുകയാണ്. ഓരോ രാശികൾക്കും നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും സ്വഭാവം, ദിക്ക്, ലിംഗം, ജാതി, ദൂരം, രസം, ലോഹം എന്ന് തുടങ്ങി ഒരു മനുഷ്യനെ ബാധിക്കുന്ന സർവകാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളിലെ പഞ്ചഭൂത തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. മനുഷ്യ ശരീരത്തിലെ പഞ്ചഭൂത തത്വങ്ങളുമായി താരതമ്യപ്പെടുത്തി പഠനം ചെയ്ത് അവ മനുഷ്യനിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് പ്രവചിക്കുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലെ വിവിധങ്ങളായ തലങ്ങളെ വെളിപ്പെടുത്തുന്ന ആധികാരികമായ ശാസ്ത്രമാണ് ജ്യോതിഷം. ജ്യോതിഷത്തിലെ കാലപുരുഷ സങ്കല്പം എടുത്തു പറയേണ്ടതാണ്. കാലപുരുഷന്റെ ഓരോ രാശിയിലും കാലപുരുഷന്റെ ഓരോ അംഗങ്ങൾ, അതായത് മൂർധ, അസ്യ, ഗള, സ്കന്ധ, ഉദര, വസ്തി, ഗുഹ്യ, ഊരു, ജാനു, ജംഗ്, പാദം, അങ്ങനെ ഓരോ അതായത് മനുഷ്യന്റെ ശിരസ്, മുഖം, ബാഹുപ്രദേശം, ഹൃദയം, ഉദരം, വസ്തിപ്രദേശം, ഗുഹ്യപ്രദേശം, അതുപോലെ തന്നെ തുടകള്, മുട്ട്, കണങ്കാല്, ഇങ്ങനെ 12 ഇതായിട്ട് ആ 12 രാശികളും ഓരോ അവയവങ്ങള് മനുഷ്യന്റെ പ്രതിദാനം ചെയ്തേക്കുന്നത്. ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ, ശരീരം, ധനം, വിദ്യ, സഹോദരങ്ങള്, സഹായികള്, അതുപോലെ തന്നെ വാഹനം, അമ്മ, അതുപോലെ അമ്മാവൻ, വിദ്യാഭ്യാസം, അവന്റെ മക്കള്, പിന്നെ രോഗം, ശത്രുക്കള്, ദാമ്പത്യം, ഭാര്യ, മരണം, അതുപോലെ ലാഭഭാവം, അച്ഛൻ, ഭാഗ്യം, അവന്റെ പുനർജന്മം, സർവാഭീഷ്ടം, ലാഭം, അതുപോലെ വ്യയം, അവന്റെ നഷ്ടങ്ങള്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഈ 12 രാശികളിൽ സർവ്വ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന 12 ഭാവങ്ങളിൽ എല്ലാം ഉൾക്കൊണ്ട്
ജ്യോതിഷത്തിൽ ചിന്തിക്കാനും പ്രവചിക്കാനും പറ്റും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ജ്യോതിഷം സാധ്യതകളുടെ ഒരു ശാസ്ത്രമാണ്. എന്ന് വെച്ചാൽ സയൻസ് ഓഫ് ടെൻഡൻസീസ് എന്ന് പറയും, സാധ്യതകളുടെ ശാസ്ത്രം. അത് ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ ഗ്രഹനില പരിശോധിച്ച് ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് നടക്കുമെന്നും അതുപോലെ ഇന്ന് നടക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ടെന്നും പറഞ്ഞാൽ, ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി കിട്ടാനുള്ള യോഗമുണ്ട് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ട്രൈ ഫോർ ദാറ്റ്. സർക്കാർ ജോലി കിട്ടാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാണ്ട് എൻ്റെ ജാതകത്തിൽ സർക്കാർ ജോലി കിട്ടും, എന്നെ വിളിച്ച് എനിക്ക് ജോലി തരും, അങ്ങനെയല്ല. നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം, അപ്പോൾ അത് നടക്കും. അപ്പൊ നമുക്ക് നന്മയുള്ള കാര്യങ്ങള് ഒക്കെ നമ്മൾ നടത്താൻ ശ്രമിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുക. അല്ല മോശമായ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാണ്ടിരിക്കാനും ശ്രമിക്കുക. അതായത് അശുഭങ്ങളായ കാര്യങ്ങൾ വരാതിരിക്കുവാനും ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ ജീവിതം സുഖമായിട്ട് പോകാൻ പറ്റും. പിന്നെ ചിലരുടെ ജാതകത്തിൽ ഇപ്പൊ പണം കടം കൊടുത്ത്, ഇപ്പൊ ഗ്രഹനില പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും, പണം കടം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടൂല. അപ്പോ ആ യോഗം അത് ഇല്ലാണ്ടാക്കാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ പണം കടം കൊടുക്കാണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആ ദുരിതത്തിൽ നിന്ന് മാറും. മാത്രമല്ല അപ്പോഴത്തെ ഒരു വിഷമവും ദുരിതം ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ തമ്മിത്തല്ലും ബഹളം, അത് കാരണം ഞാൻ കൊടുത്ത പണം എനിക്ക് തന്നില്ല, അതിനെക്കുറിച്ച് അങ്ങനെ ഉള്ള. അപ്പൊ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് ഗുണകരമല്ലാത്ത കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള സംഗതികൾ നമ്മൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചെയ്തു കഴിഞ്ഞാൽ സംഗതി ഒരു കുഴപ്പമില്ലാണ്ട് സംഗതി ചെയ്യുന്നു. പിന്നെ വ്യക്തിയെ സംബന്ധിച്ച് നല്ലതും മോശവുമായ സമയത്തെ പറ്റി ജ്യോതിഷം നൽകുന്ന മുൻ സൂചന അനുസരിച്ച് ബുദ്ധിമാനായ മനുഷ്യൻ തന്റെ ഇച്ഛാശക്തി അനുസരിച്ച് തന്റെ അനുഭവങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട് പരീക്ഷണശാലയിൽ ശാസ്ത്രമാണെന്ന് തെളിയിക്കാൻ സാധിക്കില്ലെങ്കിലും ഒരാളുടെ ജനന തീയതി, ജനനസമയം, ജനനസ്ഥലം ഇവയിൽ കൂടി കൃത്യമായി ഗ്രഹനിലയുണ്ടാക്കി എല്ലാ പരിശോധനകളും നടത്തി പ്രവചനം നടത്തിയാൽ അത് കൃത്യമായിരിക്കും, സംശയിക്കേണ്ട. അതാണ് ജ്യോതിഷം ശാസ്ത്രമാണെന്ന് നമ്മൾ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനെ അവന്റെ ജീവിതത്തില് അനുഭവങ്ങൾക്ക് ഇത്രയും പ്രയോജനകരമായ ഒരു ശാസ്ത്രം ജ്യോതിഷത്തെ പോലെ വേറെ ഇല്ല എന്ന് തന്നെ സംശയലേശമന്യേ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ജ്യോതിഷം ശാസ്ത്രമാണെന്ന് തറപ്പിച്ചു പറയുന്നത്. അടുത്ത എപ്പിസോഡില് ചർച്ച ചെയ്യാൻ പോണത് ജ്യോതിഷത്തിന്റെ വിശ്വാസ്യത, ജ്യോതിഷത്തിന്റെ ആധികാരികത, വിശ്വാസ്യത. ഇതാണ് അടുത്ത. അങ്ങനെ ഓരോ എപ്പിസോഡിലും ഓരോ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം.